ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ലോ വർക്ക്ഷോപ്പിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ ഒരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ്. പ്രൈമറിലി ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം 6 മാർക്കിൻ്റെ ഒരു 3 സബ് ക്വസ്റ്റ്യൻസ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫൈൻ. അപ്പോൾ ഫസ്റ്റ്ലി ക്വസ്റ്റ്യനിലോട്ട് വരാം. സിസ്തി എ മൈനർ falsely representing Rahaj enter into an agreement with an authorized laptop dealer, Mr. Gupta. അപ്പോൾ ഇത് മനസ്സിലായി, ഒരു മൈനർ ഉണ്ട്, ആളെന്ത് ചെയ്യുന്നുണ്ട്, ഒരു അഗ്രിമെന്റിലേക്ക് വരികയാണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവണം, അപ്പം തന്നെ സ്ട്രൈക്ക് ചെയ്യണം എന്ത്, an agreement or a contract with a minor is void ab initio. ഓക്കെ, void ab initio എന്ന് തന്നെ വരണം, ഒരിക്കലും void എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കരുത്. ഓക്കെ, കാരണം എന്താ, മൈനർ ഒരു കോമ്പറ്റന്റ് പാർട്ടി അല്ല, അതുകൊണ്ട് എന്താണ്, അത് വോയിഡ് ആണ്, വോയിഡ് ഫ്രം ദ വെരി ബിഗിനിങ് ഇറ്റ് സെൽഫ്. ഓക്കെ അല്ലേ? ഫൈൻ. കം. ഓണർ ഓഫ് SP ലാപ്ടോപ്പ് ഫോർ പർച്ചേസ് ഓഫ് ലാപ്ടോപ്പ് ഓൺ ക്രെഡിറ്റ് അമൗണ്ടിങ് 60,000 ഓൺ 1 August 2023. അപ്പോൾ നമ്മളെ മൈനറിന് എന്ത് വേണം, ഒരു ലാപ്ടോപ്പ് വേണം. അത് മേടിക്കാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്യാണ്, ഒരു അഗ്രിമെൻറ്റിലോട്ട് വരികയാണ്. ഓക്കെ അല്ലേ? ഫൈൻ. She promised to pay the outstanding amount at interest of 16% per annum by 31st July 2023. അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോമിസ് ചെയ്യുന്നുണ്ട്, അവൾ എത്രത്തോളം ഡിലേ ആക്കുന്നോ അത്രത്തോളം പീരീഡിലേക്ക് 16% പലിശ അടക്ക അവൾ പേ ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? She told that in case of she won't able to pay the outstanding amount, her father Mr. Ram will pay on her behalf. അപ്പം എന്ത് പറഞ്ഞിട്ടുണ്ട്, അവൾ പേ ചെയ്തിട്ടില്ലെങ്കിൽ അവളുടെ അച്ഛന് അവൾക്ക് വേണ്ടി പേ ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ആലോചിക്കണം, ഒരു മൈനർ ആയിട്ടുള്ള അഗ്രിമെൻ്റ് എന്താണ്, വോയിഡ് അബ് ഇനീഷ്യോ ആണ്. അത് ഇനീഷ്യലി ഇല്ല. ഓക്കെ, ഇനി അങ്ങനെ ഒരു അഗ്രിമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ പാരൻസ് ലയബിൾ ആണോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളെ ആക്ച്വലിലേക്ക് പോയി നോക്കാം. സെക്ഷൻ 11 കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്ത്, പാരൻസ് ലയബിൾ ആണോ? അല്ല. പാരൻസ് ലയബിൾ ആവും എപ്പോൾ, പാരൻസിൻ്റെ ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ് ഈ മൈനർ എന്നുണ്ടെങ്കിൽ എന്താണ്, പാരൻസ് ലയബിളാണ്. അല്ലാത്ത പക്ഷം പാരൻസും ലയബിൾ അല്ല. ഇപ്പം എത്ര പ്രൊവിഷൻ വന്നു? 2 പ്രൊവിഷൻ വന്നു. ഒന്ന് മൈനറിൻ്റെ സ്വന്തം കേസിൽ എന്താണ്, ഇനി മൈനറും പാരൻസും തമ്മിലുള്ള കേസിൽ എങ്ങനെയാണ് വരിക? ഓക്കെ അല്ലേ? ഫൈൻ. ക്വസ്റ്റ്യനിലേക്ക് വരാം. After 1 year, when she was asked to pay the outstanding amount with interest, she refused to pay the amount. 1 വർഷം കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഗുപ്ത വന്നിട്ട് ഇവളോട് ചോദിക്കുകയാണ്. അപ്പോൾ എന്ത് പറയാണ്, പൈസ കൊടുക്കുന്നില്ല. ഫൈൻ. And told the owner that she is minor and now he can't recover a single penny amount from her. She will be adult on 1st January 2024. Only after that agreement can be ratified. എന്താ പറഞ്ഞത്, അവളുടെ അടുത്ത് പൈസ ചോദിച്ചപ്പോൾ അവളെന്ത് പറഞ്ഞു, ഞാൻ മൈനറാണ്. ആദ്യം അവൾ പാഴ്സലി ആയിരുന്നല്ലോ, അതായത് പാഴ്സലി 18 വയസ്സിന് മേലെയാണെന്ന് ചുമ്മാ പറഞ്ഞിട്ടാണ് ഈ അഗ്രിമെൻറ്റിലോട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഇത് ക്യാഷ് ചോദിച്ചപ്പോൾ അവളെന്ത് പറയുകയാണ്, ഞാൻ മൈനറാണ്, സോ ഞാൻ ലയബിൾ അല്ല, എൻ്റെ അടുത്തൊന്നും കിട്ടത്തില്ല. ഓക്കെ അല്ലേ? ഫൈൻ. അപ്പോൾ അവൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് പറയുന്നുണ്ട്, ജാനുവരി 1-ാം തീയതി അവൾ എന്ത് ചെയ്യും, മേജറാവും, അതായത് 18 വയസ്സ് കഴിയും. എന്നിട്ട് എന്ത് ചെയ്യുക, ആ എഗ്രിമെൻ്റ് നമ്മൾ എന്ത് ചെയ്യുക, റാറ്റിഫൈ ചെയ്യാം, എന്നിട്ട് ലയബിളാക്കാം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടോ? ആക്ച്വലി ഒരു മൈനറിനെ ആഫ്റ്റർ മെജോറിറ്റി നമുക്ക് റാറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ, നമ്മൾ അവളായിട്ടുള്ള എഗ്രിമെൻ്റ് ഇനീഷ്യലി വോയിഡാണ്. ഓക്കെ, ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് എന്താണ്, വോയിഡാണ്. ആ വോയിഡ് ആയിട്ടുള്ള ഒരു അഗ്രിമെൻ്റ് ഒരിക്കലും നമുക്ക് എന്താ പറ്റില്ല, പിന്നീട് അത് എന്ത് ചെയ്തിട്ടും വാലിഡ് ആക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പുതിയൊരു അഗ്രിമെൻറ്റിലോട്ട് വരണം. ഓക്കെ അല്ലേ? അറിയാലോ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ നമ്മളിവിടെ 3 കേസായിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട്. എക്സ്പ്ലെയിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേ മിസ്റ്റർ ഗുപ്ത സക്സീഡ് റിക്കവറിങ് ദ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1972. അവിടെ ചോദിക്കണം എന്താ, ഈ താഴെ പറയുന്ന ഈ 3 വേസിൽ ഏതെങ്കിലും വേസിൽ ഇയാൾക്ക് ഈ എമൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്ന് നമുക്ക് നോക്കി നോക്കാം. ഒന്നാമത് എന്താ ചോദിക്കുന്നത്, ബൈ ഫയലിംഗ് കേസ് അഗെയിൻസ്റ്റ് ശ്രീസ്തി ദ മൈനർ. ആ മൈനറിനെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ എമൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റുമോ?
പറ്റുമോ? പറ്റൂല. വോയിഡ് അബിനീഷ്യോ ആണ്. ഫ്രം ദ വെരി ബിഗിനിങ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് വോയിഡ്. സോ നോ ഓപ്ഷൻ. അത് കഴിഞ്ഞു. സെക്കൻഡ് വൺ, ഇൻ കേസ് ഫയൽഡ് അഗെയിൻസ്റ്റ് റാം ദ ഫാദറിന് അഗെയിൻസ്റ്റ് കേസ് കൊടുത്താൽ പൈസ കിട്ടുമോ? അതും കിട്ടൂല. കാരണം എന്താ? ഏജൻ്റായിട്ടല്ലോ വർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഏജൻ്റായിട്ട് വർക്ക് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. സോ പാരൻസിൻ്റെ ഏജൻ്റ് അല്ല ഈ മൈനർ. സോ പാരൻസ് എന്തല്ല? ലൈബിൾ അല്ല. തേർഡ് വൺ, ബൈ ഫയലിംഗ് എ കേസ് അഗെയിൻസ്റ്റ് ശ്രീസ്തി ദ മൈനർ ആഫ്റ്റർ അറ്റൈനിങ് മെച്യൂരിറ്റി. ഇവൾക്ക് മെച്യൂരിറ്റി ആയതിന് ശേഷം ഇവൾക്കെതിരെ കേസ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം ലാപ്ടോപ്പ് കൊടുക്കലും ഡീലിങ്ങും നടന്ന എപ്പോഴാണ്? ഇവൾ മൈനർ ആയിരുന്നപ്പോൾ ആണ്. ഓക്കെ, അപ്പം നടന്നൊരു കേസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റാറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ 10 പറയുന്നത്. സെക്ഷൻ 11 പറയുന്നത്. ഓക്കെ അല്ലേ? ഫൈൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും, നെസസിറ്റീസ് സപ്ലൈ ചെയ്യുമ്പോൾ മൈനറിൻ്റെ പ്രോപ്പർട്ടി ലയബിൾ ആണെന്ന് പറയുന്നുണ്ട്. ഒരിക്കലും മൈനർ അല്ല കേട്ടോ. മൈനർ പേഴ്സണലി ലയബിൾ അല്ല ഏത് കേസിലും. പക്ഷേ നെസസിറ്റീസ് മൈനറിന് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ മൈനറിൻ്റെ പ്രോപ്പർട്ടി, മൈനറിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റോ ലാൻഡോ ജ്വല്ലറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്ന് എന്തെടുത്ത് കൊടുക്കണം? ഈ ലയബിലിറ്റി എടുത്ത് കൊടുക്കണം എന്നാ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ബേസിക് നെസസിറ്റീസിന് വേണ്ടി. നെസസിറ്റീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരിക? എഡ്യൂക്കേഷൻ വരും, ഫുഡ് വരും, ഷെൽട്ടർ വരും. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് മെയിൻലി നെസസിറ്റീസിൽ പറയുന്നത്. ഓക്കെ, ഇവിടെ ലാപ്ടോപ്പ് എന്നുള്ളത് ഒരിക്കലും നെസസിറ്റി ആയിട്ട് പറയുന്നില്ല. ഇൻ കേസ് ഈ ക്വസ്റ്റ്യനിൽ അതൊരു നെസസിറ്റിയാണ്, എഡ്യൂക്കേഷണൽ പർപ്പസിന് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറയുകയാണെങ്കിൽ ഇവൻ്റെ അസറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും എന്ത് ചെയ്യുക? റിക്കവർ ചെയ്യാൻ പറ്റിയേനെ. പക്ഷേ ഇതൊരിക്കലും നെസസിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്തില്ല, അങ്ങനെ നോക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ അല്ലേ? ഫൈൻ. നമുക്കിനി ഇതൊന്ന് ആൻസർ ചെയ്ത് നോക്കിയാലോ? എങ്ങനെ ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ? ഫൈൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിൽ 3 സബ് ക്വസ്റ്റ്യൻസ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, 1 2 3 3 സബ് ക്വസ്റ്റ്യൻസ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്ക് വേണമെങ്കിൽ 3 സബ് ക്വസ്റ്റ്യൻ ആയിട്ട് 1 2 3 ആ രീതിയിലേക്ക് വേണമെങ്കിൽ എഴുതാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി എങ്ങനെ എഴുതുന്നത്? കേസ് സ്റ്റഡി എങ്ങനെ എഴുതുന്നില്ലടാ? പ്രൊവിഷൻ, ഫസ്റ്റ് ഒരു പ്രൊവിഷൻ പാർട്ട് എഴുതും. ഓക്കെ, പ്രൊവിഷൻ എഴുതും. അതിൻ്റെ ശേഷം പിന്നെ എന്ത് ചെയ്യും? അനാലിസിസ് അല്ലെങ്കിൽ ഫാക്ട് ഇത് എഴുതും. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പ്രൊവിഷനിൽ എന്താ ഇതിലറിയാലോ? ഫൈൻ. ഫാക്റ്റിൽ ഈ ക്വസ്റ്റ്യനിൽ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത് കാര്യങ്ങൾ ആ പ്രൊവിഷനെ ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? എഴുതാം. അറ്റ് ലാസ്റ്റ് കൺക്ലൂഷൻ. കൺക്ലൂഷനിൽ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ഇതിൻ്റെ 3നെയും കൺക്ലൂഷൻ നമുക്ക് എഴുതാം. ഈ 2 രീതിയിലാണ് നമുക്ക് ആൻസർ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ 2 രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, 2 രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മളെ സജസ്റ്റഡ് ആൻസറിൽ IC തന്ന പോലെ നോക്കാം. എന്താണ്? സബ് ക്വസ്റ്റ്യൻ 1 എഴുതുക, അതിൻ്റെ പ്രൊവിഷൻ എഴുതുക, അതിൻ്റെ കൺക്ലൂഷൻ എഴുതുക. ഇത് പ്രൊവിഷൻ പാർട്ടാണ്, ഇത് കൺക്ലൂഷൻ പാർട്ടാണ്. അതേപോലെ ഈ പ്രൊവിഷൻ പാർട്ട് എഴുതുക, കൺക്ലൂഷൻ എഴുതുക, പ്രൊവിഷൻ എഴുതുക, കൺക്ലൂഷൻ എഴുതുക. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് വലിയ ഗ്രിപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു രീതിയാണ് നമ്മൾ നോർമലി കേസ് സ്റ്റഡി എഴുതുന്ന രീതി എന്നുള്ളത്. അതായത് പ്രൊവിഷൻ എഴുതുക, പിന്നെ കൺക്ലൂഷൻ എഴുതുക, അനാലിസിസ് എഴുതുക, ഫാക്ട് അല്ലെങ്കിൽ ഫാക്ട് അനാലിസിസ് നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് അനാലിസിസ് ഫാക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ക്വസ്റ്റ്യനും ആ പ്രൊവിഷനും കൂടി ഒന്ന് ലിങ്ക് ചെയ്ത് എഴുതുന്നതിനാണ് ഈ അനാലിസിസ് ഓർ ഫാക്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അത് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫൗണ്ടേഷൻ ലെവലിൽ നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം? ആ ക്വസ്റ്റ്യനെ ഒന്ന് ഷോർട്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ബ്രീഫിങ്സ് കൊടുക്കുന്ന, ആ ക്വസ്റ്റ്യനെ കുറിച്ച് ഒരു ചെറിയൊരു ധാരണ കൊടുക്കുന്ന രീതിയിൽ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് കൺക്ലൂഷൻ. ഓക്കെ അല്ലേ? ഈ രീതിയിലാണ് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഫൈൻ. ഫസ്റ്റ് എന്താ വരിക? പ്രൊവിഷൻ. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. നമുക്ക് ഈ പ്രൊവിഷൻ, അനാലിസിസ്, കൺക്ലൂഷൻ ഇങ്ങനെ ഹെഡിങ് ആയിട്ട് എഴുതണം എന്നൊരു നിർബന്ധമില്ല. മേ ബി ടൈം കൺസ്യൂമിങ് ആയിട്ട് എഴുതി അണ്ടർലൈൻ ചെയ്ത് അതിൻ്റെ നിർബന്ധമൊന്നുമില്ല. നമ്മളൊരു പാരഗ്രാഫ് ചെയ്താൽ മതി. പ്രൊവിഷൻ്റെ ഒരു പാരഗ്രാഫ്, അനാലിസിൻ്റെ ഒരു പാരഗ്രാഫ്, കൺക്ലൂഷൻ്റെ ഒരു പാരഗ്രാഫ്. ഓക്കെ, ഈ രീതിയിലും എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊവിഷനിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ ആസ് പെർ ഇന്ത്യൻ
Contract Act 1872, an agreement or contract with a minor is void ab initio. Bracket means void from the very beginning itself. Okay, എന്താണ് void ab initio ആണ് അതിന്റെ ഉദ്ദേശം void from the very beginning itself. അത് എന്തുകൊണ്ട് as the minor is not competent to the contract. എന്തല്ല മൈനർ എന്തല്ല കോമ്പിറ്റന്റ് ടു ദ കോൺട്രാക്ട് അല്ല, അതുകൊണ്ടാണ് എന്തായത് വോയിഡ് അബ് ഇനിഷ്യോ ആയത്. അപ്പോൾ ഫസ്റ്റ് വണ്ണിന്റെ എന്ത് ചെയ്തു പ്രൊവിഷന് നമ്മൾ എഴുതി. ഓക്കെ, ഇനിയിപ്പോൾ സെക്കൻഡ് വണ്ണിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ ഇൻ ആബ്സെൻസ് ഓഫ് അതോറിറ്റി. അതായത് മൈനർ നേരെ ചെന്നുകൊണ്ടാണല്ലോ നമ്മളോട് അഗ്രിമെന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രോപ്പറായിട്ട് അതോറിറ്റി ഇല്ല അവിടെ. അവരോട് ചോദിച്ചാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ചെറിയ കുട്ടിയല്ലേ, കാര്യമില്ല. അപ്പൊ നമ്മൾ ആരും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ ചൊല്ലും. ആ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ, അതാണ് ഇൻ ദ ആബ്സെൻസ് ഓഫ് അതോറിറ്റി. ഉത്തരവാദിത്തം ആരാ? പാരന്റ്സ്. ഓക്കെ, ഇൻ ദ ആബ്സെൻസ് ഓഫ് അതോറിറ്റി പാരന്റ്സ് ഓർ ഗാർഡിയൻസ് ആർ നോട്ട് liable for the act done by the minor even for necessities. എന്തല്ല, ഒരു നെസസിറ്റീസിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ആര് ലൈബിൾ അല്ല എന്നാ പറഞ്ഞേ? പാരൻസ് ലൈബിൾ അല്ല. പക്ഷെ എപ്പോൾ ലൈബിൾ ആവും അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ ചെയ്യണം. ഓക്കെ, ബട്ട് വിൽ ഹെൽഡ് ലൈബിൾ when the minor act as a agent, when the minor act as a agent to the parents. അപ്പോൾ എന്തായി, മൈനർ അവരുടെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അവർ ലയബിൾ ആണ്, അല്ലെങ്കിൽ അല്ല. പ്രൊവിഷൻ കറക്റ്റ് അല്ലേ? അടുത്ത് എന്താ പറഞ്ഞേ, റെക്ടിഫൈ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ ഒരു പ്രൊവിഷൻ പാർട്ട് കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഏതാണ്? ഓക്കെ, എ മൈനർ cannot ratify the agreement on attaining majority. എന്ത് ചെയ്യാൻ പറ്റില്ല? മേജർ ആയതിന്റെ ശേഷം എന്ത് ചെയ്യാൻ പറ്റില്ല? റാറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അതും നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ മെൻഷൻ ചെയ്യാം. majority as the original agreement is void ab initio. ഓക്കെ, ഒറിജിനൽ അഗ്രിമെന്റ് എന്താ? എന്താണ്? വോയിഡ് അബ് ഇനിഷ്യോ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു വോയിഡ് ആയിട്ടുള്ള സാധനം എന്ത് ചെയ്യാൻ പറ്റില്ല? റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അത് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് വേണം എന്താ എഴുതി ചേർക്കാം. അതായത് എന്ത് ചെയ്താ, വോയിഡ് അഗ്രിമെന്റ് കനോട്ട് ബി റെക്ടിഫൈഡ്. ഓക്കെ, എ വോയിഡ് agreement cannot be rectified. ഓക്കെ, ഒരു വോയിഡ് അഗ്രിമെന്റ് എന്ത് ചെയ്യാൻ പറ്റൂല എന്നാ പറഞ്ഞ്? റെക്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ അല്ലേ? ഫൈൻ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് നേരെ അനാലിസിസ് പാർട്ടിലോട്ട് പോവാം. അനാലിസിസ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അത് ഫാക്ട്, അതായത് ക്വസ്റ്റ്യനും പ്രൊവിഷനും കൂടെ ആയിട്ട് ലിങ്ക് ചെയ്ത് എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ഞാൻ ഈസി മെത്തേഡാണ് പറയുന്നത്. ഓക്കെ, ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്വസ്റ്റ്യൻ്റെ ഒരു ചെറിയൊരു ബ്രീഫ് എന്ത് ചെയ്യാം നമുക്ക് കൊടുത്താൽ മതി. ഓക്കെ, ഫൈൻ. അപ്പോൾ അതിലേക്ക് ചെറിയൊരു ബ്രീഫ് കൊടുക്കാം. എന്താ പറഞ്ഞേ? സോറി, സൃഷ്ടി എ മൈനർ, sorry, a minor enters into an agreement with Gupta. Also in Gupta and only agreement in the Gupta for purchase of laptop. And she told that in case she won't pay, her father will pay the amount. Okay,
ഫൈൻ. ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആക്കി കൊടുത്താൽ മതി. ഈ മൈനറാണ്, ആ മൈനർ എന്ത് ചെയ്തു, ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാൻ വന്നു, ആ പർച്ചേസിന് എമൗണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ആര് കൊടുക്കും, അവളെ പേരൻസ് തരും എന്നുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവള് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഫൈൻ. അപ്പം എന്ത് ചെയ്യാം, കൺക്ലൂഷൻ പാർട്ടിൽ നമുക്ക് എത്ര 3 സബ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 3 സബ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ അതിന്റെ കൺക്ലൂഷൻ കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് കൺക്ലൂഷൻ എന്താ വരിക, കൺക്ലൂഷനും 3 പാർട്ടായിട്ട് തന്നെ നമ്മൾ പ്രസന്റ് ചെയ്യണം. കാരണം 3 സബ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. പ്രൊവിഷൻ പാർട്ട് സിംഗിൾ ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവിഷൻ പാർട്ട് സിംഗിൾ ആയിട്ട് കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് എന്താ, മിസ്റ്റർ ഗുപ്ത വിൽ നോട്ട് സക്സീഡ് ആസ് ദ agreement with a minor is void ab initio. void ab initio എന്ന് തന്നെ കൊടുക്കണം കേട്ടോ. വെറും void എന്ന് കൊടുത്തിട്ട് കാര്യമില്ല, നെഗറ്റീവ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇത്ര മതി പ്രൊവിഷൻ, അല്ല കൺക്ലൂഷൻ ഇത്ര മതി. സെക്കൻഡ് എന്താണ്, മിസ്റ്റർ ഗുപ്ത will not succeed as the parents are not acting as an agent of the minor. ഓക്കെ, എന്താണ്, ഓൾറെഡി ലൈബിൾ എല്ലാം നമുക്കറിയാം, പക്ഷെ എന്തല്ല, ഏജന്റും കൂടെ അല്ലാത്തതുകൊണ്ട് എന്താ ഒരിക്കലും ലൈബിൾ ആവില്ല എന്നാണ് നമ്മളെന്ത് വ്യക്തമാക്കി. ഓക്കെ, പിന്നെ തരുവാണ് the agreement with a minor cannot be ratified on attaining majority as the agreement is void from the beginning itself. So Mr. Gupta will not succeed. Okay, fine. ആ 3 കേസിലും എന്ത് ചെയ്യില്ല, സക്സീഡ് ചെയ്യത്തില്ല. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു വോയിഡ് അബ് ഇനിഷ്യോ ആണ്, അതുകൊണ്ട് പറ്റൂല. സെക്കൻഡ് കേസ് വന്നത് പാരൻസ് എന്തല്ല, ഏജന്റ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. സോ എന്താ, അതുകൊണ്ടും അവരും ലയബിൾ അല്ല. പിന്നെ ലാസ്റ്റ് കേസ് പറഞ്ഞത് അറ്റൈനിങ് മെജോറിറ്റി എത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ അല്ലേ? ഫൈൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് സജസ്റ്റഡ് ആൻസർ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാർക്കിംഗ് സിസ്റ്റം എങ്ങനെ വരുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ 3 പ്രൊവിഷൻ എഴുതിയിട്ടുണ്ട്. അതായത് മൈനർ ആയിട്ടുള്ള അഗ്രിമെന്റ് എന്താണ്, വോയിഡ് അബിനീഷ്യോ ആണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, അത് കറക്റ്റാണ്, 1 വന്നിട്ടുണ്ട്. പിന്നെ ഇൻ ആബ്സെൻസ് ഓഫ് പാരൻസിൻ്റെ കേസിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഏജൻറ്റിൻ്റെ കേസും നമ്മൾ എന്ത് ചെയ്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് റെക്ടിഫൈ ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല, അത് വെരി ബിഗിനിങ് എന്തായതുകൊണ്ടാണ്. അതാണ് വെരി ബിഗിനിങ് എന്താണ്, വോയിഡ് ആയതുകൊണ്ട് അതും റെക്ടിഫൈ ചെയ്യാനും പറ്റൂല. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ മാർക്ക് വീതം ആണ് വരിക. പിന്നെ കൺക്ലൂഷനിലും ഓരോ മാർക്ക് വീതം, ടോട്ടൽ 6 മാർക്ക്. ഓക്കെ അല്ലേ? ഫൈൻ. അപ്പം ഈ സജസ്റ്റഡ് ആൻസറിലേക്ക് പോകുമ്പോൾ നോക്കി നോക്ക്. പ്രൊവിഷൻ പാർട്ട് പറഞ്ഞിട്ടുണ്ട്, എന്താണ് വോയിഡ് അബ് ഇനിഷ്യോ ആണ്, മൈനർ ആയതുകൊണ്ട് എന്താ ഇൻകോമ്പറ്റീറ്റൻ്റ് ആണ് ഫ്രം ദ വെരി ബിഗിനിങ് സെൽഫ്, അതിന് 1 മാർക്ക്. കൺക്ലൂഷൻ പാർട്ട് 1 മാർക്ക്. സെക്കൻഡ് വണ് പ്രൊവിഷൻ ചെയ്തിരുന്നു മൈനർ വിത്ത് പാരൻ്റ് എന്താണ് പാരൻസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ബൈൻഡ് ചെയ്യാൻ പറ്റൂല. പിന്നെ ഈവൻ നെസസിറ്റീസിനാണെങ്കിൽ പോലും ബൈൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏജൻ്റ് ആണെങ്കിൽ പറ്റുമെന്ന് പറഞ്ഞു, അതിൻ്റെ പ്രൊവിഷൻ 1 മാർക്ക്. അതിൻ്റെ കൺക്ലൂഷൻ വേണ്ട 1 മാർക്ക്. പിന്നെ റാറ്റിഫൈ ചെയ്യുന്നതിനെ കുറിച്ച് അതും കൺക്ലൂഷൻ പ്രൊവിഷൻ കറക്റ്റായിട്ട് ചെയ്തെന്ന് 1 മാർക്ക്, കൺക്ലൂഷനും 1 മാർക്ക്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മളെ ലോൻ്റെ മാർക്കിംഗ് സിസ്റ്റം കാര്യങ്ങൾ വരുന്നത്. പ്രൊവിഷനും കൺക്ലൂഷനുമാണ് മെയിൻലി, അതായത് ഫൗണ്ടേഷൻ ലെവലിൽ പ്രൊവിഷനും കൺക്ലൂഷനും വേണ്ടിയിട്ട് മാത്രമാണ് മാർക്സ് നൽകുന്നത്. അനാലിസിസ് പാർട്ടിന് മാർക്സ് പൊതുവെ കണ്ടുവരാറില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, അത് ഫാക്റ്റ് രൂപത്തിൽ എഴുതുകയാണെങ്കിൽ അതിന് മാർക്ക് തരാറുണ്ട്. ഓക്കെ, ഒരു ഫാക്റ്റ് രൂപത്തിലാണ് അത് ക്വസ്റ്റ്യനെയും പ്രൊവിഷനെയും ലിങ്ക് ചെയ്തിരുന്ന കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചില കേസിൽ മാർക്ക് തന്നതായിട്ട് കാണാറുണ്ട്. നമ്മൾ സർട്ടിഫൈഡ് കോപ്പീസൊക്കെ നോക്കുമ്പോൾ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം ഈ രീതിയിൽ തന്നെ ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്ത് ഉഷാറാക്കാൻ നോക്കണം. ഓക്കെ, എനിവേ താങ്ക് യു.